dears, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചുരിദാറിന്റെ നെക്കിലെല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് ട്ടോ. ആങ്കർ ത്രെഡും ഇതുപോലെ വൈറ്റ് കട്ട് ബീഡ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡാണ്, പിന്നെ ഒരു വൈറ്റ് കട്ട് ബീഡ്സുമാണ്. പിന്നെ നീഡിലായിട്ട് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്മോൾ സൈസിലുള്ള നീഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആങ്കർ ത്രെഡ്, നമുക്ക് ആങ്കർ ത്രെഡ് 6 strandsൽ കൊള്ളുന്ന ഏത് നീഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നെക്കിന് താഴെ ഇതുപോലെ കുറേ ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നീഡിൽ 5 or 6 കട്ട് ബീഡ്സ് കോർത്തെടുത്തിട്ട് അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിലെ ആ ഒരു ബീഡിനുള്ളിലൂടെ നമ്മൾ വീണ്ടും കോർത്തെടുക്കുന്നുണ്ട് ത്രെഡിനെ. ഈ കോർത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ട്രിപ്പ് ബീഡ്സ് കോർത്തെടുക്കുന്നത്. വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു ലൈന് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ലൈൻസ് വരച്ചെടുത്തപ്പോൾ ഒരു ലൈന് കുറച്ച് വലുതും പിന്നെ നെക്സ്റ്റ് ലൈന് കുറച്ച് ചെറുതായിരിക്കും, വീണ്ടും നെക്സ്റ്റ് ലൈന് കുറച്ച് വലുത്, ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ലൈനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ താഴെ നിന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇതും കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗ്രേ കളറിലുള്ള ആങ്കർ ത്രെഡാണ്. ഇത് 10 strandsലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ഫ്രഞ്ച് നോട്ട്സ് കൊണ്ട് നമ്മൾ ചെറിയൊരു ഫ്ലവർ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 5 ഫ്രഞ്ച് നോട്ട്സ് ഇട്ടിട്ടാണ് ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡിൻ്റെ ലൈന് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ചെറിയ ബീഡുണ്ടല്ലോ, അതിൻ്റെ താഴെയാണ് ഗ്രേ കളറിലുള്ള ത്രെഡ് കൊണ്ട് ഈ ഫ്രഞ്ച് നോട്ട്സ് ഇട്ടിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡാണ്. ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇത് 6 strands തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് റിംഗ് നോട്ട്സ് കൊണ്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് നോട്ട് കൊണ്ട് നമ്മൾ ഫ്ലവർ ചെയ്തെടുത്ത അതേ രീതിയിൽ തന്നെയാണ് റിംഗ് നോട്ട് കൊണ്ടുള്ള ഫ്ലവറും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ റിംഗ് നോട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ഫ്ലവറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് കളറിലുള്ള ചെറിയ പേൾസ് ആണ്. ഈ പേളിനെ നമ്മൾ ഈ 2 ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പേൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
ഇനി നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. ഈ നെക്സ്റ്റ് ലൈന് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഗ്രേ കളറിലുള്ള ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ആ സെയിം ലൈൻ സ്റ്റിച്ച് ചെയ്യും. വീണ്ടും ഈ ഒരു റിംഗ് നോട്ട് കൊടുത്തിട്ടുള്ള ലൈൻ സ്റ്റിച്ച് ചെയ്യും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടു പോകരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണുന്നവരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. Thank you.